واتقوا النار التي أعدت للكافرين. സത്യനിഷേധികൾക്കു വേണ്ടി സജ്ജീകരിക്കപ്പെട്ട നരകത്തെ കരുതിയിരിക്കുവിൻ. وأطيعوا الله والرسول لعلكم ترحمون. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുവിൻ, നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്നാശിക്കാം. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. നിങ്ങളുടെ നാഥങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നയിക്കുന്ന മാർഗത്തിൽ സോത്സാഹം സഞ്ചരിക്കുവിൻ. ആ വിശാല സ്വർഗം ദൈവഭക്തന്മാർക്കു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ക്ഷേമത്തിലും ക്ഷാമത്തിലും ധനം ചെലവഴിക്കുകയും കോപത്തെ സ്വയം വിഴുങ്ങുകയും ജനത്തിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്കു വേണ്ടി ഇவ்விധമുള്ള സജ്ജനങ്ങളെ അല്ലാഹു അത്യധികം സ്നേഹിക്കുന്നുവല്ലോ. പലിശ സമ്പ്രദായം നിലവിലുള്ള സമൂഹത്തിൽ രണ്ടു തരം ധാർമ്മിക രോഗങ്ങളാണ് ഉണ്ടാവുക. പലിശ വാങ്ങുന്നവരിൽ അത്യാർത്തി, ലുബ്ധ്, സ്വാർത്ഥത മുതലായവയും, പലിശ കൊടുക്കുന്നവരിൽ വെറുപ്പ്, വിദ്വേഷം, അസൂയ തുടങ്ങിയ പ്രതികാര മനോഗതികളും. ഈ രണ്ടു തരം വ്യാധികൾക്കും ഉഹദ് പരാജയത്തിൽ കുറെയൊക്കെ പങ്കുണ്ടായിരുന്നു. പലിശ സമ്പ്രദായം കാരണമായി ഇരുവർഗങ്ങളിലും തഴച്ചു വളരുന്ന ദുർഗുണങ്ങളുടെ സ്ഥാനത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധനത്യാഗം മൂലം ഉത്തമ ഗുണങ്ങൾ വളരുന്നതാണെന്ന് മുസ്ലിങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ് ഈ സൂക്തം. അല്ലാഹുവിന്റെ മാപ്പിനും സ്വർഗത്തിനും അർഹമായി തീരുന്നതും പ്രസ്തുത സദ്ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ്, ആദ്യം പറഞ്ഞ തരത്തിലുള്ള ഗുണങ്ങൾ കൊണ്ടല്ല. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അവരോ ഒരു നീചകൃത്യം ചെയ്യാനോ അധർമ്മത്തിലേർപ്പെട്ട് തങ്ങളെ തന്നെ ആക്രമിക്കാനോ ഇടയായാൽ ഉടനെ അല്ലാഹുവിനെ ഓർത്ത് പാപമോചനം തേടുന്നവരാകുന്നു. എന്തെന്നാൽ പാപമോചനം നൽകുന്നവൻ അല്ലാഹുവല്ലാതാരുണ്ട്? അവർ അറിഞ്ഞുകൊണ്ട് ദുഷ്ചേദികളിൽ ഉറച്ചു നിൽക്കുന്നതല്ല. ഉലൈക ജസാഉഹും മഗ്ഫിറതും മിർ റബ്ബിഹിം وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. അവരർഹിക്കുന്ന പ്രതിഫലം നാദങ്കൽ നിന്നുള്ള പാപമോചനവും താഴെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളുമാകുന്നു. അവരതിൽ നിത്യവാസികളാകുന്നു. സൽക്കർമ്മങ്ങളിലേർപ്പെടുന്നവർക്കുള്ള പ്രതിഫലം എത്ര അനുഗ്രഹീതമായിരിക്കുന്നു. قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. നിങ്ങൾക്ക് മുമ്പ് ഏറെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കിക്കാണുവിൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ നിഷേധിച്ച ജനതകളുടെ പരിണതി എന്തായിരുന്നു. هذا بيان للناس وهدى وموعظة للمتقين. ഇത് ജനത്തോടുള്ള സുവ്യക്തമായ പ്രഖ്യാപനമാകുന്നു,
ദൈവഭക്തന്മാർക്കുള്ള മാർഗദർശനവും സതുപദേശവും. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. ദുർബലഹൃദയരാവാതിരിക്കുവിൻ, ദുഃഖിക്കാതിരിക്കുവിൻ. നിങ്ങൾ തന്നെയാണ് ജേതാക്കൾ, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ശത്രുക്കൾക്കും ഇതുപോലെ ക്ഷതമേറ്റിട്ടുണ്ട്. ജനത്തിനിടയിൽ നാം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയപരാജയങ്ങളുടെ നാളുകളത്രേ അത്. നിങ്ങളിൽ സത്യത്തിൽ വിശ്വസിച്ചവരാരെന്ന് അല്ലാഹു കാണേണ്ടതിനും യഥാർത്ഥ സന്മാർഗ സാക്ഷികളെ തിരഞ്ഞെടുക്കേണ്ടതിനുമാകുന്നു അവൻ ഇപ്പോൾ അത് നിങ്ങളിൽ സംഭവിപ്പിച്ചിട്ടുള്ളത്. അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ബദർ യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടി മുസ്ലിങ്ങളെ ആശ്വസിപ്പിക്കുകയാണിത്. ബദറിൽ പരാജയമേറ്റ അവിശ്വാസികളുടെ മനക്കരുത്തിന് ഇളക്കം തട്ടിയിട്ടില്ലെങ്കിൽ ഉഹദിലെ പരാജയം കൊണ്ട് നിങ്ങളെന്തിന് മനസ്സാ തകരണം എന്ന് സാരം. വയത്തഹിദ മിൻകും ശുഹദാ എന്ന മൂലവാക്കിന്റെ ഒരർത്ഥം നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ, അതായത് രക്തസാക്ഷിത്വത്തിന്റെ മഹത്തായ പദവി നൽകാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ്. സത്യവിശ്വാസികളും കപടവിശ്വാസികളും സമ്മിശ്രമായി കഴിയുന്ന ഇന്നത്തെ അവസ്ഥയിൽ ജനത്തിന് സത്യസാക്ഷികളും ഉന്നതസ്ഥാനീയരുമായ യഥാർത്ഥ മുസ്ലിങ്ങളെ വേർതിരിച്ചെടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നു എന്നാണ് രണ്ടാമത്തെ അർത്ഥം.